ചില ആളുകൾ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് എന്തേ പറ്റി, എന്താ സംഭവിച്ച്, ആ സ്ത്രീകളൊക്കെ ആവുമല്ലോ, അവരാ വിഷമങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞ് വല്ലാതെ കരഞ്ഞ് അവരെ അതിൽ നിന്ന് ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇയാൾ ചോദിച്ച ആൾ അടുത്ത ആളെടുത്തേക്ക് നീങ്ങും. അല്പം കഴിയുമ്പോഴേക്ക് വേറൊരാൾ വരും, ഇതേ ആളോട് തന്നെ എന്ത് ചെയ്യും, ഇതേ ചോദ്യം ആവർത്തിക്കും. അവർ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പറയും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരെ കൺതടങ്ങളൊക്കെ ജനങ്ങളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറ്റുന്നൊരിതല്ല. അങ്ങനെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നാണ്യവിളകളും അല്ലെങ്കിൽ കൃഷിഭൂമിയും ഒക്കെ വെറുതെ കിടക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതും കഴിയില്ല. അപ്പോൾ എവിടെയാണ് ഇടപെടാൻ പറ്റുക, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായ ധാരണ ഉണ്ടാവണം. അർജുൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഒരു സഹോദരൻ, അവർ പിന്നെ കർണാടകയിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവൻ നഷ്ടമായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ തന്നെ വയനാട്ടിൽ നിന്ന് ഹൃദയഭേദകമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെയുള്ള ഒരുപാട് പേരെ നമ്മൾ ചേർന്ന് രക്ഷിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും ന്യൂസുകളും അവരുടെ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദുരന്തം, വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുരന്തം, അതിൻ്റെ ഒരു വലിയ വ്യാപ്തിയൊക്കെ നമ്മളിനി പിന്നെ ബോധ്യപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അതിന് ശേഷം ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമൊക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ അത് നമ്മൾക്ക് നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. എമ്പാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾക്കപ്പുറം അതിൻ്റെ ആ സംഭവം ഇപ്പോഴും അവസാനിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം നമ്മളവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ ഒരു മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനുള്ള സന്ദർഭമൊന്നും ആയിട്ടില്ല. അവരിപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് മുക്തമായാലല്ലേ ബാക്കി ആലോചിക്കാൻ ഇതിനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷയം, ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷമാണല്ലോ അതിൻ്റെ വിലയിരുത്തലും ഒക്കെ ശരിക്ക് നമുക്ക് നടത്താൻ കഴിയുള്ളൂ. വിഷയം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഒട്ടനവധി പാഠങ്ങൾ നൽകുന്ന ഒരു ദുരന്തം തന്നെയാണിത്. പ്രത്യേകിച്ച് ഇതിനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന്, ഇപ്പോൾ പ്രധാനമായി നടക്കുന്ന ചർച്ച, നമുക്ക് മുന്നറിയിപ്പുകൾ വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ടാണോ ഈ ദുരന്തം ഉണ്ടായത്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അവിടെ മുന്നറിയിപ്പുകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായി. അതായത് അവർക്ക് ആ നിലക്ക് കുറേ പ്രഷർ വന്നിട്ടുണ്ട്. നിങ്ങളെ ഭാഗത്ത് നിന്ന് വേണ്ട പോലൊരു മുന്നറിയിപ്പും അലർട്ടും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെയുള്ള ആ ഒരു ട്രോമ അവരെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇത് മനസ്സിലായത്. ഉദ്യോഗസ്ഥർ, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ നീക്കുന്ന ആൾ അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അതിൻ്റെ മുന്നോടിയായിട്ട് അറിയിച്ച കാര്യങ്ങളും അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനുഷ്യസാധ്യമായ മുൻകരുതലുകൾ പരമാവധി ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഇതിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നമ്മൾ നടത്തേണ്ടത് തന്നെയാണ്. അതിന് നമുക്ക് ചില പാഠങ്ങൾ, പക്ഷെ അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒന്നാമത്തെ പത്രസമ്മേളനം, ഇത് കഴിഞ്ഞ് വൈകുന്നേരത്തെ 5 മണി സമയത്ത് നടത്തിയ പത്രസമ്മേളനം ഞാൻ വീക്ഷിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ബ്രീഫിങ് കഴിഞ്ഞ ശേഷം ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ഈ കാർഗിൽ റിപ്പോർട്ട് നിർദ്ദേശിച്ച കാര്യങ്ങൾ തള്ളിക്കളഞ്ഞതാണ്, അത് നടപ്പാക്കാത്തതാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നുള്ള ഒരു വായനയുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പറഞ്ഞതെന്താ വെച്ചാൽ, ഇങ്ങനത്തെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ പറയാറുണ്ട്, അത് അത്ര കണ്ടാൽ മതിയെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ച്. യഥാർത്ഥത്തിൽ അത് അത്ര നിസ്സാരമാക്കി വിടേണ്ട ഒരു വിഷയമല്ല. മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആ റിപ്പോർട്ടിൻ്റെ ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയും ആ സംവിധാനവും അവരൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഗവേഷണമൊന്നും അല്ലല്ലോ അത് ശരിക്ക് 2011 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി, പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇത് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ അത് ആരെങ്കിലും വഴി കൂടി പോകണം കൊണ്ടുവന്ന് കൊടുത്ത റിപ്പോർട്ടല്ല. അപ്പോൾ അതിനെ ഒരു മുഖ്യമന്ത്രിയൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഒരു സന്ദർഭം വെച്ചിട്ടാണല്ലോ ഗൗരവം കൊടുക്കണം. ആ ഗൗരവം കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. അതങ്ങനെ സാധാരണ ആരൊക്കെ അങ്ങനെ പറയാറുണ്ട്, അത് ഈ സമയത്തും പറയുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അത് ആ ഒരു സമീപനം എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ശരിയായൊരു നിലപാടല്ല. കാരണം 2010 ജയറാം രമേശ്
മന്ത്രിയാകുന്ന സമയത്തൊക്കെ, കേന്ദ്രമന്ത്രി വനം വകുപ്പ് മന്ത്രിയാകുന്ന സമയത്താണ്, വനം സംരക്ഷണ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാകുന്ന സമയത്താണ് ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നതും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ പുറത്തു വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ട് 2013 ഇതിൻ്റെ ബാക്കിയായിട്ട് ഇതിൻ്റെ ശേഷം വന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ ഇതിൽ രണ്ടിലേത് നടപ്പാക്കണം എന്ന ചർച്ച കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. അങ്ങനെ അവസാനം ഈ 2016 ഇപ്പം നിലവിലുള്ള കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി, ഇപ്പോഴല്ല നേരത്തെ പിന്നെ ഭരണത്തിലുണ്ടായിരുന്ന മന്ത്രി, പിന്നെ അനിൽ മാധവ് ദവെ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ 2016 പറഞ്ഞാണ്, ഒരു 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണോ അതോ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണോ, ആ സമിതിയുടെ റിപ്പോർട്ടാണോ നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത 6 മാസം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ദുരന്തങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴൊന്നല്ല, വളരെ മുമ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്, കമ്മീഷൻ വെച്ചിട്ടുണ്ട്, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എന്ത് ചെയ്യുന്നില്ല ഈ ഭരണകർത്താക്കൾ അതിൻ്റേതായ ഒരു ഗൗരവത്തിലെടുത്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പും അതിൻ്റെ അനന്തര നടപടികളും സംഗതികളും അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള സംഭവമുണ്ട്. അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പ്രശ്നം, ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം റിപ്പോർട്ടുകൾ പൊങ്ങി വരിക, ആ പ്രശ്നം പോകുന്നതോടുകൂടി മാധ്യമത്തിൽ നിന്ന് റിപ്പോർട്ടുകളും പോവുക എന്നുള്ള രീതി വല്ല. എപ്പോഴും സാധാരണ നമ്മളൊരു സുഹൃത്ത് എപ്പോഴും പറയാറുണ്ട്, എന്നും ഒന്നെണ്ണാൻ പാടില്ല എന്ന് പറയലുണ്ട്. എന്നും ഒന്നെണ്ണാൻ പാടില്ല, നമ്മൾ 2, 3, 4 എന്ന് പറഞ്ഞാൽ എണ്ണിപ്പോണം. പക്ഷേ ഈ വിഷയത്തിൽ എന്നും ഒന്ന് എണ്ണാം. എന്തോ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉരുൾപൊട്ടൽ ലാൻഡ്സ്ലൈഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഒരു പെട്ടെന്നുണ്ടായൊരു പ്രശ്നമാണെന്നുള്ള തോന്നില്ല. അങ്ങനെയൊന്നുമല്ല, ഇതിന് മുമ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഒക്കെ റിപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമതായി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ റിപ്പോർട്ടുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അനന്തര നടപടികളിലേക്ക് എന്ത് ചെയ്യണം, സർക്കാരുകൾ കടക്കണം. അതിലുള്ള വിമർശനങ്ങളുണ്ട്, ഇഷ്ടംപോലെ വിമർശനങ്ങൾ. ആ വിമർശനത്തിന് എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. ആ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വൈകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മാത്രമല്ല, നമുക്കൊരു പാർപ്പിട നയം വേണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് പല രാജ്യങ്ങളിലും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് വീട് വെക്കേണ്ടത്, എവിടെയാണ് വീട് വെക്കാൻ പാടില്ലാത്തത്, അത് നമ്മുടെ നാട്ടിലോ നിയമമുണ്ട്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണോ, ഇത് കൊമേഴ്സ്യൽ ഏരിയ ആണോ, ഇത് പിന്നെ മറ്റ് ഏരിയകളാണോ എന്നൊക്കെ വിഭജിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാറില്ല, പരിഗണിക്കാറില്ല. ആ വീട് സുരക്ഷിതമായി താമസിക്കാൻ പറ്റാത്ത ഇടമാണ് എന്ന് നമ്മുടെ മനുഷ്യസാധ്യമായ അന്വേഷണത്തിൽ നിന്നും റിപ്പോർട്ടിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായ സ്ഥലത്ത് വീട് വെക്കാൻ പാടില്ല. അങ്ങനെ വീട് വെച്ച ധാരാളം സ്ഥലങ്ങൾ എന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാനുള്ള ഇതിൽ പ്രധാനപ്പെട്ടൊരു പാഠ തന്നെയാണ്. ഇനിയിപ്പോൾ വയനാട് മാത്രമല്ല, വയനാട് പോലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടോ, എവിടെയൊക്കെ പ്രശ്നങ്ങളും പിന്നെ ഭീഷണികളുണ്ടോ, അവിടെ ഇതിന് സാധ്യതയുള്ള മനുഷ്യന്മാരെ കണ്ടെത്തി, വീടുകളെ കണ്ടെത്തി, ആ സാധുക്കളോട് നിങ്ങൾ നാളെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് JCB ആയിട്ട് ചെല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവർക്ക് എത്ര ഭൂമി അവിടെ ഉണ്ട്, അവരുടെ വീടിൻ്റെ അവസ്ഥ എന്താ നോക്കിയിട്ട് അവരെ മാറ്റി താമസിപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങൾ കണ്ടെത്തി അവരുടെ കൂടി തൃപ്തി നോക്കിക്കൊണ്ട് അവരെ മാറ്റി താമസിപ്പിക്കണം. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു അവർക്ക് തൃപ്തി. ഇപ്പോൾ നാഷണൽ ഹൈവേ വരുന്നുണ്ട്, ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അത് പോകുന്നത്. നമ്മളെ പല ബന്ധുക്കളുടെയും സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവരൊക്കെ വളരെ സംതൃപ്തരാണ്. ആദ്യം ആ റോഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആദ്യമായിരുന്നു എല്ലാവർക്കും. പക്ഷേ അതിൻ്റെ സെറ്റിൽമെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ കാശും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാവരും സംതൃപ്തരാണ്. അതേപോലെ ഇങ്ങനെയുള്ള പിന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യണം, മാറ്റി താമസിപ്പിക്കണം. ആ മാറ്റി താമസിപ്പിക്കുന്ന ആളുകൾക്ക് സംതൃപ്തകരമായ രീതിയിൽ എന്ത് ചെയ്യണം, അവർക്ക് അതിനുള്ള ആവശ്യമുള്ള സംഗതികൾ ചെയ്തു കൊടുക്കണം. അതാണ് ഒരു സർക്കാരിൻ്റെ സംവിധാനം. അല്ലാതെ ഒരുപാട് ആളുകളെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായ ശേഷം അതിൽ കുറേ വിലപിക്കുക എന്നുള്ളത് കൊണ്ടല്ല, അതിനല്ലല്ലോ സർക്കാരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ അതിനെന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് അതിനൊരു പാർപ്പിട നയം കൊണ്ടുവന്നത് നടപ്പാക്കാനുള്ളൊരു മാർഗം ഇവിടെ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു വിഷയത്തിനോട് ചേർത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ മാധ്യമങ്ങളുടെ കാര്യം. അതിൽ മാധ്യമങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സമയം മുതൽ നമ്മുടെ പ്രത്യേകിച്ച് പിന്നെ TV ചാനലുകൾ ആ ഒരു സമയം മുതൽ അവരുടെ പിന്നെ ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഊണും ഉറക്കം ഒഴിവാക്കിയിട്ട് നമ്മൾ ഏത് സമയത്ത് TV ഇട്ട് നോക്കിയാലും ഒരേ ആൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ചാനലുകളിലും ഈ വാർത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവരെപ്പോഴാണ് ഉറങ്ങുന്നത്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, മറ്റേ അടുത്ത ആൾക്കാരെ വിളിച്ചിട്ട് അവരവസ്ഥ ചോദിക്കുന്നുണ്ട്. അതെ, അങ്ങനെ പലതും. അതെ ഞാൻ പറഞ്ഞു, അതായത് ആ സമയത്ത് ശരിക്കും ഒരു രക്ഷാപ്രവർത്തകനായിട്ട് അവരുടെ കംപ്ലീറ്റ് അവരുടെ പരസ്യങ്ങളും മറ്റു വരുമാനങ്ങളും ഒക്കെ മാറ്റി വെച്ച്
അവർ രംഗത്ത് വന്നു എന്നുള്ളതിൽ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, നമ്മൾ സ്പോട്ട് ലൈറ്റ് അവരെ അഭിനന്ദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സഹായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ റിപ്പോർട്ടർമാരും ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം പത്രങ്ങളും ടി വികളും ഈ വാർത്തകൾ നിരന്തരം ഈ നടുക്കുന്ന, അതായത് ഒരിക്കലും കേരളത്തിന് പരിചയമില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ ചൂരൽമല മുതൽ അറബിക്കടൽ വരെയാണ് മനുഷ്യൻ്റെ മൃതദേഹങ്ങളും ശരീര അവയവങ്ങളെയും എന്ത് ചെയ്ത് നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിലും അത് കാണും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ അത് കാരണം എന്താ വെച്ചാൽ ആ ചൂരൽമലയിൽ ആ സൂചിപ്പാറയിൽ നിന്നൊക്കെ താഴേക്ക് വെള്ളത്തിലൂടെ വീണ് ഇത് ചിതറിയ ശരീരങ്ങളൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഈ ചിത്രങ്ങൾ പത്രങ്ങളിലൂടെയും ഇതുപോലെ കാണിക്കുന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമില്ലേ എന്ന് ഇതിങ്ങനെ കണ്ടു നോക്കുമ്പോൾ തോന്നുന്നു. കാരണം ഒരുപാട് ഇത് കാണുന്ന ആളുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാനസികമായൊരു ട്രോമ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. എനിക്കത് അനുഭവപ്പെട്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സ്കൂളുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വാർത്ത കാണാൻ വേണ്ടി എന്ത് ചെയ്യും, വീട്ടിൽ ടി വി നോക്കും. അപ്പോൾ അത് നമ്മളെ മക്കൾ കാണും. മക്കളത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള ചെറിയ മക്കൾ ഇത് നമ്മൾ അതല്ലാത്ത സമയത്തും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്തൊക്കെ മരണത്രയും എന്തായി എന്നുള്ള അവരുടെ ആ ഒരു അത് ഈ കാഴ്ചകൾ പലരിലും പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല സമീപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ ആ ഒരു വലിയ വളരെ ഹൃദയഭേദകമായൊരു പടം കൊടുത്തു. അതിന് മുകളിൽ അവർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇത്തരം പടങ്ങൾ പ്രസിദ്ധീകരിക്കൂലാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. പക്ഷേ ഈ സംഗതി നിങ്ങളിലേക്ക് എത്താൻ ഈ ചിത്രങ്ങൾ കൊണ്ട് സംസാരിപ്പിക്കല്ലാതെ ഞങ്ങൾക്ക് വേറെ നിർവാഹമല്ല, അതുകൊണ്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഒരു പത്രം അത് കൊടുക്കുകയും മറ്റൊരു പത്രം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് മാധ്യമങ്ങൾക്കിടയിൽ, ചാനലുകൾക്കിടയിൽ, മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ എത്രത്തോളം സമൂഹത്തിലേക്ക് എത്ര അളവിൽ കാണിക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു പുനഃക്രമീകരണം വേണം തോന്നുന്നു. എല്ലാവരുടെ മാനസികാരോഗ്യം ഒരുപോലെ ആവില്ല. പിന്നെ മാത്രമല്ല, ഇത് ഒട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ട്, അവിടുത്തെ ദുരന്തത്തിൻ്റെ ആഴം പരപ്പും ജനങ്ങൾക്ക് അറിയാതെ പോകും. ഇപ്പോൾ വയനാട്ടിലേക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഒഴുകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഇതിൻ്റെ ഒരു ആഴം ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലൂടെ കിട്ടിയെന്നുള്ള. എന്നാലും ഇത് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു പഠന വിധേയമാക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പിന്നെ മാത്രമല്ല, മറ്റൊന്ന്, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ പ്ലാന് വളരെ അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സർക്കാർ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് 3 വാർഡുകളിലാണല്ലോ അവിടെ ദുരന്തം ഉണ്ടായത്. ആ 3 വാർഡിൻ്റെയും വാർഡ് മെമ്പർമാരെ കൊണ്ട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം മൊത്തം പോയി. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബാബു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് അവിടുത്തെ വാർഡ് മെമ്പർ. അപ്പോൾ അദ്ദേഹത്തിന് ഇനി വോട്ടർമാരും ഇല്ല, വീടുകളും ഇല്ല, ആരുമില്ല. അതേപോലെ അട്ടമല എന്ന് പറയുന്ന വാർഡിൽ സുകുമാരൻ, അദ്ദേഹം പറഞ്ഞത് 40 വീട് പൂർണ്ണമായിട്ട് പോയി, 40 വീട് ഭാഗികമായിട്ട് പോയി. അതേപോലെ ചൂരൽമലയിൽ ഒരു നൂറുദ്ദീൻ, നമ്മളെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം 100 വീട് മൊത്തം പോയി, 25-ലധികം വീടുകൾ ഭാഗികമായിട്ടും പോയിട്ട്, അങ്ങനെ 125 വീട് അവിടെയും പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവശേഷിക്കുന്ന കുറച്ച് വീടുകളുണ്ട്. 2 വാർഡിൽ അവശേഷിക്കുന്ന വീടുകളുണ്ട്. അതിനിപ്പോൾ പരിക്കില്ലാത്ത വീടുകൾ തന്നെ. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഈ പ്രളയം വന്ന സ്ഥലത്ത് ഇനി ഏതായാലും വീട് വെക്കാൻ പറ്റില്ല. പക്ഷെ അതിനോട് ഓരത്ത് നിൽക്കുന്ന വീടുകൾ കുറേ ഉണ്ട്. ആ കേടുപാട് വരാത്ത വീടുകളിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണോ വേണ്ടേ, ഇതിൽ സർക്കാരാണ് എന്ത് ചെയ്യേണ്ടത്, വ്യക്തത വരുത്തേണ്ടത്. അവരുടെ ആവശ്യം മാറ്റി പാർപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ഇനി അവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്തോളാം, നിന്നുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ കൂടി മാറ്റി പാർപ്പിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു വിഭാഗം ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പ്രഖ്യാപിച്ച വീടുകളൊന്നും അവർക്ക് മതിയാവില്ല. അതല്ല, ഈ പോയ വീടുകളിലുള്ള ആൾക്കാരും അതിൽ അവശേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച വീടുകളൊക്കെ ഏറെ ഇരിക്കും എന്നുള്ളതാണ് എന്ത് ഒരു സമീപനം. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി വരണമെങ്കിൽ എന്ത് വേണം, ഇതിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഗവൺമെൻറ് ഒരു പോളിസി എടുത്തിട്ട് നമുക്കൊക്കെ അതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, അത്തരം അപകട സാധ്യതയുള്ള ഏരിയയിൽ നിന്നുള്ള ആളുകളെ വേഗം ഇനി അടുത്തൊരു പ്രളയത്തിന് കാത്തുക്കാതെ എന്ത് ചെയ്യണം, മാറ്റി താമസിപ്പിക്കണം. അത് ഈ ഒരു ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തി അവരൊക്കെ എന്ത് ചെയ്യണം, അതിൽ കരകയറ്റണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മാത്രമല്ല, അവരോട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒരു തൃപ്തി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു റീഹാബിലിറ്റേഷൻ വരേണ്ടത്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ പദ്ധതി ഇങ്ങനെ പറയാന്നുള്ളതിനപ്പുറം, അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി ഇപ്പോൾ സർക്കാർ പറയുന്നതിനെ പറ്റി അവർക്കൊരു ധാരണയില്ല. അവരുടെ ഒരു കൺസേൺ വളരെ പ്രധാനമാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ വീട് വെക്കണം എന്നാണ്, എവിടെ വീട് വെക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ പുത്തുമലയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു. ആ 10 ലക്ഷം രൂപ ഒരു വീട്ടുകാർ കൊടുത്തിട്ട് 2 രീതിയിലാണത് വീട്ടുകാർ കൈകാര്യം ചെയ്തത്. ചില ആളുകളൊക്കെ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, അവിടെ നല്ല സ്ഥലം കിട്ടാണ്ട് ഇവിടെ സ്ഥലം കിട്ടാണ്ട് പറഞ്ഞാൽ ചില ബിസിനസ് താല്പര്യമുള്ളവരുണ്ടാവും, അവരൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ താമസിച്ച ആൾക്കാരുണ്ട്.
ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു വെച്ചാൽ ശരിക്കും പിന്നെ ഒറ്റ സ്ഥലത്ത് തന്നെ പിന്നെ വന്ന് ആ ഒന്നിച്ച സ്ഥലം കിട്ടിയ സ്ഥലത്ത് അവിടെ തന്നെ അവരെന്ത് ചെയ്തു താമസായി. പക്ഷെ ആ ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾക്ക് പഴയതുപോലെ തന്നെ ഒരു ആത്മനിർവൃത്തി ഇപ്പം ഉണ്ട്. കാരണം അവരെ അയൽവാസി ഇവിടെ ഉണ്ട്, അവരുടെ നാട്ടുകാർ ഇവിടെ ഉണ്ട്, അവരുടെ കുടുംബങ്ങൾ അടുത്തുണ്ട്. അവർക്ക് അതിലെ മുൻകാലത്തെക്കാളും നല്ല യാത്രാ സൗകര്യമുണ്ട്, വീടിൻ്റെ സൗകര്യമുണ്ട്. അവർ ഒരു വേള പറയുന്നത് എന്താ വെച്ചാൽ അന്നുള്ളതിലേറെ വളരെ സംതൃപ്തമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് ഇപ്പോഴും നരകയാതനയാണ്. അവർക്ക് ഇപ്പോഴും ആ പഴയ ഫീലിംഗ് പോയിട്ടില്ല. അവരൊരു വരുത്തന്മാരായിട്ടാണ് എന്ത് പല സ്ഥലത്തുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ട രീതി എന്താ വെച്ചാൽ ഈ 3 വാർഡുകൾ അതേപോലെ തന്നെ മറ്റു സ്ഥലത്ത് പുനഃസൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മരണപ്പെട്ടവർ പോയി, പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒന്നിച്ച് ജീവിക്കാനും ചെറിയ അങ്ങാടിയും അവരുടെ ചെറിയ പള്ളിയും കാര്യങ്ങളൊക്കെ ടൗൺഷിപ്പായി ആ രീതിയിലാണ് കാഴ്ചപ്പാട് വരുന്നത്. പക്ഷെ അത് ആ രീതിയിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സെറ്റിൽ ചെയ്യണം. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ വേറെ സംഗതികൾ എന്താ വെച്ചാൽ മറ്റു പ്രളയത്തൊന്നും ദുരന്തത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പിന്നെ ഒന്നിച്ചൊഴുകിപ്പോയ വീടുകളുണ്ട്, ഒരാൾ മാത്രം ബാക്കിയായതുണ്ട്. ആ ബാക്കിയായത് ഒരു പക്ഷേ സ്ത്രീയാകാം, ചെറിയ കുട്ടിയാകാം, പ്രായമുള്ള ഒരാളാകാം. അതുകൊണ്ട് നമുക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് പുനരധിവാസത്തിന് വേണ്ടി പാക്കേജ് വെക്കുമ്പോൾ ഓരോ വ്യക്തിയെയും ഓരോ ഫയലായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. മൊത്തത്തിലൊരു തെങ്ങിനും കഴുങ്ങിനും ഒക്കെ ഒരു തളപ്പ് വെക്കുക എന്ന് പറഞ്ഞവരെ എല്ലാവർക്കും ഒരൊറ്റ തീരുമാനം എന്നുള്ള രൂപത്തിൽ പറ്റില്ല. ആ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഓരോരുത്തരെ പറ്റി പഠിച്ചിട്ട് അതിനായിട്ട് എന്ത് ചെയ്യണം? അവരുടെ കൺസേൺ കൂടി നോക്കിയിട്ട് വേണം എന്ത് ഒരു പരിഹാരത്തിലേക്ക് പോകാൻ. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്കിൽ പറയാനുള്ളത്. പിന്നെ പ്രാദേശിക ഭരണകൂടത്തേക്ക് എന്ത് ചെയ്യണം? ഇതിൽ ശരിക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പോകണം. അതേപോലെ സന്നദ്ധ സംഘടനകൾ, ധാരാളം സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ ഇതിൽ സഹായിക്കാൻ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ അവർക്ക് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ ഇതിലെടുക്കുന്ന പോളിസി എന്താണ്, സർക്കാർ ഇതിൽ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താണ് എന്നതിനെപ്പറ്റി സർക്കാരിൻ്റെ നയം എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് വരേണ്ടതുണ്ട്. അത് വൈകാൻ പാടില്ല. ഈ സന്നദ്ധ സേവന സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം എന്ത് സർക്കാർ പദ്ധതിയായിട്ട് മുന്നോട്ട്. കാരണം സർക്കാരിന് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ സന്നദ്ധ സംഘടനകൾ മാത്രം പരിഹരിച്ച് സർക്കാർ മാത്രം ഇതിന് ഒഴിഞ്ഞു നിൽക്കുന്ന രീതിയും പറ്റില്ല. രണ്ടു കൂട്ടരും വളരെ സൗഹാർദ്ദപരമായി അതിനുള്ള ആവശ്യമുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതിനുള്ള വിൻഡോ സർക്കാർ തന്നെ തുറന്നു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കാശും കാര്യമൊക്കെ പിരിച്ചു വെച്ച് ഓരോരുത്തരും ഒരു ബേസും ഇല്ലാത്ത കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങൾ അത്ര വീടുണ്ടാക്കും, ഇവിടെ അത്ര വീടുണ്ടാക്കും, എവിടെ ഉണ്ടാക്കും, ഏതാണ് സ്ഥലം, ആർക്കാണ് ഉണ്ടാക്കുക, അതൊക്കെ ഒരു വ്യക്തത കിട്ടിയിട്ട് പറയുന്ന രീതിയാണ് വേണ്ടത്. അല്ലാതെ ജനങ്ങൾക്ക് ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കുറേ കാശ് വാങ്ങിയിട്ട് അത് മര്യാദക്ക് കൈകാര്യം ചെയ്യപ്പെടാതെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഈ സന്നദ്ധ സേവന സംഘടനകളൊക്കെ കാശ് പിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എന്ത് നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ച് നോക്കി. കാരണം നമ്മൾ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ആളുകളേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു 77 ലക്ഷത്തിലധികം രൂപ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ചിലവഴിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടുത്തെ കറക്റ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ സന്ദർശനത്തിന് ആളുകൾ പോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിലിപ്പോൾ നമ്മളവിടെ പോയപ്പോൾ കണ്ടൊരു സംഗതി എന്താ വെച്ചാൽ ചില ആളുകൾ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് എന്തേ പറ്റി, എന്താ സംഭവിച്ച്, അപ്പോൾ അവരതിങ്ങനെ ആ സ്ത്രീകളൊക്കെ ആവുമല്ലോ, അവരാ വിഷമങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞ് വല്ലാതെ കരഞ്ഞ് അവരെ അതിൽ നിന്ന് ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇയാൾ ചോദിച്ച ആൾ അടുത്ത ആളെടുത്തേക്ക് നീങ്ങും. അല്പം കഴിയുമ്പോഴേക്ക് വേറൊരാൾ വരും, ഇതേ ആളോട് തന്നെ എന്ത് ചെയ്യും? ഇതേ ചോദ്യം ആവർത്തിക്കും. അവർ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പറയും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരെ കൺതടങ്ങളൊക്കെ ആകെ വീർത്ത്, മുഖമൊക്കെ വീർത്ത്, ഇവർക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു സാഹചര്യം. പിന്നെ സന്ദർശകരെ കാണുമ്പോൾ ഇവർ ആളുകളെ കാണാതിരിക്കാൻ അങ്ങോട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥ വരെ എന്തിനുണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുറേ നിയന്ത്രണങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർശിക്കാൻ പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അവരോട് ഇങ്ങനെ ചോദിക്കുന്ന രീതി അത്ര നല്ലതല്ല. ടൂറിസം വേണ്ട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് പിന്നെ ആ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മൾ ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് ഇതിപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയേക്കുന്നത്. കാരണം ഇപ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളൊരു ചെറിയ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു വയനാട്ടിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാൻ പോകുന്ന ഒരു ദുരന്തമല്ല. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരുപാട് ഭൂപ്രദേശങ്ങൾക്ക് സമാനമായിട്ടുള്ള പ്രകൃതി അല്ലെങ്കിൽ സ്വഭാവമാണുള്ളത്. അപ്പോൾ എവിടെയും ആവർത്തിക്കാവുന്നൊരു കാര്യമാണിത്. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വ്യക്തതയോടെ ഈ കാര്യം നമ്മൾ ഇത് ചെയ്യണം. ഇതിപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കാരണക്കാരൻ എന്നൊക്കെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്തു വരുന്നത്. നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ഒരു 86,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ളൊരു ഭൂമിയാണ്. ഇതിനകത്ത് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറഞ്ഞാൽ മാത്രം ഏതാണ്ട് 45% വരും, അതിൽ കൂടുതൽ വരും. പിന്നെ നമുക്കുള്ളത് കുറച്ച് മിഡ്ലാൻഡാണ്.
പിന്നെ തീരപ്രദേശങ്ങളും. അത് കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഈ പറയുന്ന മിഡ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പിന്നെ ഈ പറഞ്ഞ തടാകങ്ങൾ, മീൻസ് ഈ ചതുപ്പ് നിലങ്ങൾ, ഇപ്പം നമുക്കറിയാം വെമ്പനാട് കായൽ മാത്രം 200 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെ ഈ റോഡുകൾ, ഈ റെയിലുകൾ. അപ്പോൾ ഇവിടെ ഉള്ളൊരു വിനിയോഗത്തിൻ്റെ ഒരു പട്ടിക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമല്ല ജനസാന്ദ്രത ഏതാണ്ട് 900 അടുത്താണ് തീരുന്നത്. ചതുരശ്ര ഒരു കിലോമീറ്ററിന് 900 നിൽക്കുന്നത് ചതുരശ്ര കിലോമീറ്ററിന്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യർക്ക് ജീവിക്കണമെന്നുള്ളതും തൊഴിലെടുക്കണമെന്നുള്ളതും അവരുടെ തൊഴിൽ മേഖലയുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്താണ് അവർക്ക് ജീവിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിച്ചത് നമ്മൾ അറിയണം. എങ്ങനെയാണ് ഈ വനമേഖലയിലേക്കുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായത്? 4 ഘട്ടങ്ങളിലായിട്ട് ആണ് ഇത് നടന്നതെന്നാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ രാജകീയ ഭരണകൂടങ്ങൾ വിളംബരം ചെയ്യുകയാണ്, ജനങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമി തരാം, 10 വർഷത്തേക്ക് നിങ്ങൾ നികുതി തരണ്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് നോമിനലായിട്ടുള്ള നികുതി ഉണ്ടാവുള്ളൂ എന്ന രൂപത്തിൽ വനമേഖല കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിളംബരം ഉണ്ടാവുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഈ പ്രയോക്താക്കളും അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം വലിയ ചില എസ്റ്റേറ്റ് മേഖലകളൊക്കെ ഇവരൊക്കെ ആയിരുന്നു. എന്നാൽ ചെറുകിട കുറച്ച് ആളുകൾ എന്ത് ചെയ്തു. അപ്പോൾ അത് ഒന്നാമത്തെ കയ്യേറ്റമായിരുന്നു. രണ്ടാമത് 40കളിലെ പട്ടിണി നമുക്കറിയാം. ലോകത്തെ മുഴുവൻ കുലുക്കിയ പട്ടിണിയാണ്. ഇന്ത്യയെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രോ മോർ ഫുഡ് എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ട് സർക്കാർ തന്നെ മുന്നോട്ട് വന്നു. അന്ന് അതിനു വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്യാൻ അനുവദിച്ചു. അന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന ഈ തെക്കിൽ നിന്ന് വടക്കോട്ടുള്ള കുടിയേറ്റം കാര്യമായി സംഭവിച്ചു. നമ്മളൊക്കെ പറയാറുള്ള പാല മറ്റേ കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ക്രിസ്തീയ വിഭാഗങ്ങൾ പ്രത്യേകിച്ചും വയനാട് ഭാഗത്തേക്ക് കുടിയേറിയത് ഈ സമയത്താണ്. അതിന് വലിയൊരു ഗുണപരമായൊരു വശമുണ്ട്. അന്നത്തെ പട്ടിണിയെ ജനങ്ങൾ നേരിട്ട് അങ്ങനെ തന്നെയാണ്. കപ്പ കൃഷി എന്ന് പറയുന്നത് വ്യാപകമാക്കുകയും അങ്ങനെ പട്ടിണിയെ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം 56-ന് തൊട്ട് മുൻപുള്ള, അതായത് നമ്മളെ ഈ EMSൻ്റെ ഒക്കെ സർക്കാർ വരുന്നതിന് മുൻപ് ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമുണ്ടായി. അതിനകത്തൂടെയും ആളുകൾ ഇതുപോലെ തന്നെ കുടിയേറുകയും ധാരാളം വനമേഖല കൈയടക്കുകയും അല്ലെങ്കിൽ ക്ലിയർ ഫെല്ലിംഗ് നടത്തിയിട്ട് അവിടെയൊക്കെ താമസവും കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 4മത്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് പറയുന്ന വ്യവസായവൽക്കരണത്തിന് വേണ്ടിയുള്ള വൈദ്യുതി ഉൽപ്പാദനം, അതിനു വേണ്ടിയുള്ള വൻകിട പ്രൊജക്റ്റുകൾ, പിന്നെ വാട്ടർ റിസർവോയറുകൾ, അതിനു വേണ്ട റോഡ്, പാലം, അങ്ങനെ ഉള്ള ഈ ഫോറസ്റ്റുകളിൽ തന്നെയാണ് മിക്കവാറും ഇങ്ങനത്തെ ഇതുകളെല്ലാം ഉള്ളത്. ആ രീതിയിൽ ഇതാണ് മേജറായിട്ടുള്ള ഈ ഭൂമിയെ കയ്യേറ്റത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണാം, ഇതിനൊക്കെ അനുബന്ധമായിക്കൊണ്ട് തൊഴിലാളികളുണ്ടാവും. ഈ തൊഴിലാളികളാണ് പലപ്പോഴും ഇത്തരം മേഖലകളിലൊക്കെ ചെറിയ ഇപ്പം നമുക്കറിയാം മേപ്പാടി എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആ ഒരു വലിയ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് പട്ടിണി പാവങ്ങളായിട്ടുള്ള തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും ഒക്കെ ഇതിന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ തന്നെ നാണ്യവിളകളിലേക്ക് കേരളം മാറുന്നുണ്ട്. കൃഷിഭൂമി നമുക്കറിയാം ഈ ഘട്ടമായിട്ട് വളരെ, അത് 8 ലക്ഷത്തിലധികം ഉണ്ടായിരുന്നു, ഇപ്പോൾ 1.8 ലക്ഷത്തിലേക്ക് നെൽകൃഷി എന്ത് ചെയ്തു, ചുരുങ്ങിയിട്ടുണ്ട്. നാണ്യവിള വർദ്ധിക്കുകയാണ് ചെയ്തത്. വേറൊരു ഭാഗത്ത് നോക്കിയാൽ നമുക്കറിയാവുന്നത് നമ്മുടെ ഈ മധ്യപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ തീരപ്രദേശങ്ങളിലും അതുപോലെ പ്രദേശങ്ങളിലുമുള്ള പോപ്പുലേഷൻ കുറയുകയും അല്ലെങ്കിൽ ജനസാന്ദ്രത കുറയുകയും അത് കുറച്ചുകൂടെ വർദ്ധിക്കുന്നത് ഈ പറയുന്ന വനമേഖലകളിലാണ്. അപ്പോൾ ഇവിടെ ലാൻഡിൻ്റെ വില, അതുപോലെ തന്നെ അവർക്ക് സാധാരണ വ്യക്തിയെ സംബന്ധിച്ചോളം, അതായത് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ലഭിക്കാവുന്ന ജോലിയുടെ ലഭ്യത, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുകൂടെയാണ് ആളുകൾ കുടിയേറുന്നത്. അപ്പോൾ കൃഷിയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്, ജോലിയുടെ ലഭ്യതയുടെ വിഷയമുണ്ട്, സ്ഥലത്തിൻ്റെ വിലയുടെ വിഷയമുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തെ സംബന്ധിച്ചോളം
ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തതയാർന്ന ചില നയങ്ങളിലൂടെ മാത്രമേ, ഇപ്പോൾ നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെ ജനങ്ങളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറ്റുന്നൊരിതല്ല. അങ്ങനെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നാണ്യവിളകളും അല്ലെങ്കിൽ കൃഷിഭൂമിയും ഒക്കെ വെറുതെ കിടക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതും കഴിയില്ല. അപ്പോൾ എവിടെയാണ് ഇടപെടാൻ പറ്റുക, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായ ധാരണ ഉണ്ടാവണം. നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, വൻകിട പദ്ധതികൾ കേരളത്തിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വ്യവസായ മോഡലിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇവിടെ ആണവ നിലയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ശ്രമം നടന്നു പോലും നമ്മൾ കേൾക്കുന്നത്. ഇത്ര നിരുത്തരവാദിത്വപരമായ അതില്ലാത്ത ഒരു സ്ഥലത്ത്. അപ്പോൾ അങ്ങനത്തെ പറ്റില്ല. പിന്നെ ടൂറിസം എന്ന് പറയുന്നത് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ കൃത്യമായിട്ടും എക്കോ ടൂറിസം ആണെങ്കിലും അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ള ഒരാശയത്തിലേക്ക് നമ്മൾ വരിക തന്നെ വേണ്ടി വരും. കൂടുതൽ ഫില്ലിങ് ചെയ്യാത്ത ഇതുപോലെ നമ്മളുടെ ഈ നിലവിൽ നമ്മളുടെ പല പ്രൊഡക്റ്റുകളും നമ്മളുടെ വിളവുകൾ പലതും കയറ്റി അയക്കുകയും അതിൻ്റെ ഫൈൻ പ്രൊഡക്ട്സ് വീണ്ടും നമ്മളടുത്തേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെമ്മീൻ ഇവിടെ ഒരുപാട് 500 കിലോമീറ്റർ 700 കിലോമീറ്റർ തീരദേശമുള്ള കേരളത്തിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീനിൽ വലിയ ചെമ്മീനൊക്കെ എന്ത് ചെയ്യും, നേരെ എക്സ്പോർട്ട് ചെയ്യപ്പെടുക. പിന്നെ അതിൻ്റെ പ്രൊഡക്ട്സ് വീണ്ടും ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ചില സ്പൈസസൊക്കെ അതെ. അപ്പോൾ അത്തരം ചില വ്യവസായങ്ങളൊക്കെ ഇവിടെ വരികയാണ് വേണ്ടത്. കാരണം അതിനൊക്കെ കുറഞ്ഞ തോതിലുള്ള ഈ സംവിധാനങ്ങൾ, പല പ്രോസസ്സിങ് യൂണിറ്റുകൾ, ഇതിനൊക്കെ ഒരു പക്ഷേ അതിൻ്റെ സൊഫിസ്റ്റിക്കേറ്റഡ് മോഡൽ തന്നെ വരികയാണെങ്കിൽ കുറഞ്ഞ തോതിലുള്ള ഈ ലാൻഡോ ബിൽഡിങ്സോ ഒക്കെ മതിയാകും. അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഇതുപോലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഇതിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിന് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മോഡലുകൾ അതാണെന്ന് നമുക്കറിയാം. അതിന് എത്രമാത്രം പ്രാമുഖ്യം കൊടുക്കാൻ പറ്റും, എത്രമാത്രം ആ രീതിയിലുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു റീപ്ലാനിങ് എന്നുള്ളത് നടക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലടക്കം ഫോറസ്റ്റ് ഉണ്ട്. അവരുടെ ഒരു ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തിക്കൊണ്ടുമുണ്ട്, ചിലത് വെട്ടിമാറ്റാതെ. പക്ഷെ നമ്മളുടെ ഇവിടെ എന്താ വെച്ചാൽ ഈ നഗരപരിധികൾ എന്നുള്ളത് ഇന്ന് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരൊറ്റ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചില ഈ സിറ്റീസിനെ കുറിച്ച് പറയുന്നത് സാച്ചുറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവിടുത്തെ ലാൻഡ് സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ നമ്മളെന്താ വെച്ചാൽ ഈ ഒന്നിച്ചുള്ള കമ്മ്യൂണിറ്റി സെറ്റിൽമെൻറ്റുകൾ എന്നുള്ള ആശയത്തിലേക്ക് പോകേണ്ടി വരും. മിഡ്ലാൻഡാണ് കൂടുതൽ സേഫ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവിടെ അൺസേഫ് ആവുന്നത് ഈ മഴ പെയ്യുമ്പോഴുള്ള പ്രളയവും മറ്റുകൊണ്ടാണ്. അപ്പോൾ അതിന് കൃത്യമായ ഡ്രൈനേജ് അങ്ങനത്തെ സിസ്റ്റംസ് വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള വിവേകപൂർവമായ ശാസ്ത്രീയമായ താല്പര്യങ്ങളിൽ ഊന്നാത്ത ഒരു വികസന നയം വരിക തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോളം തീരാത്ത ദുരന്തങ്ങളുടെ ഓരോ മഴക്കാലത്തും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ കണ്ണീര് വാർക്കൽ മാത്രമായിട്ട് ഈ എല്ലാ കാലത്തും ഈ സഹായ പദ്ധതിയൊന്നും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുക, അപ്പോൾ ഒരു പാച്ചപ്പ് നടത്തുക, അടുത്ത വർഷം വേറൊരു പാച്ചപ്പ് നടത്തുക, അതിന് അടിസ്ഥാനപരമായ തന്നെ വേണം. കൃത്യമായ ഒരു വികസന മാതൃകയിലേക്ക് കേരളം പോകേണ്ടതുണ്ട്. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കാഷ്വലായിട്ട് മാധവ് ഗാഡ്ഗിലിനെ തട്ടിക്കളഞ്ഞുകൊണ്ടോ ശാസ്ത്രജ്ഞന്മാരെ തട്ടിക്കളഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമില്ല. വളരെ വ്യക്തതയോടെ തന്നെ നമ്മൾ ഇതിൻ്റെ പാഠങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇത്തരം ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിന് ശരിക്ക് കുറേ ചോദ്യങ്ങൾ പോയി വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊരു കൃത്യമായ ഉത്തരം പറയാൻ ഒരു മതവിശ്വാസിക്ക് മാത്രമേ കഴിയുള്ളൂ. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ടാമതൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിനൊക്കെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാനുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ എന്തുകൊണ്ടാണിത്, നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ മനുഷ്യന് നമുക്കാണിത് യാദർച്ഛികം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതാണിത്. ഒരു വ്യക്തി എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം, ഒരു നാട്ടിൽ എന്തുണ്ടാവണ്ട ഒക്കെ നേരത്തെ നമ്മൾ നിശ്ചയിക്കപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇപ്പോൾ കാണുന്നു അറിയുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് വിധി എന്ന് പറയുന്നത്. മനുഷ്യന് വിധിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് വന്നത് എനിക്ക് വരാനുള്ളതാണ്. ഹിലാലിന് എന്തെങ്കിലും വന്നാൽ ഹിലാലിന് വരാനുള്ളതാണ്. മാഷിക്ക് വന്നത് മാഷിക്ക് വരാനുള്ളതാണ്. ഒഴിഞ്ഞു പോയ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാനുള്ളതാണ്. ഇത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ എന്തിനാണ് ഈ പരീക്ഷണം എനിക്ക് തന്നത്,
പരീക്ഷണം എന്നുള്ളത് ഒരാൾക്ക് മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആ ബാധിച്ച ആൾക്ക് മാത്രമല്ല, അതിൻ്റെ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താണ് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ എന്ത് ചെയ്യാണ്ട് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മരണപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ എന്താണ്, മതപരമായിട്ട് മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ അത് അതിന് ഉത്തരമാണത്. അങ്ങനെ തിരിച്ചും ചിന്തിക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം എന്താ അവസ്ഥ? അതെ, ഒരു പ്രതീക്ഷ കൊടുക്കാനില്ല, ഒന്നുമില്ല, അതിന് ആശ മാത്രമേ ഒരു ആശ ഒപ്പന പറയാനൊന്നുമില്ല. പിന്നെ ഇതിൽ ശേഷിച്ച രോഗികൾ, ആളുകൾ, അവരാ രോഗികൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രതിഫലമൊക്കെ എന്ത് ചെയ്യും അവർക്ക് കിട്ടും. പിന്നെ ഇനി ബാക്കി ആൾക്കാർ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മളൊന്നുമില്ലാതെയാണ് ഇവിടെ വന്നത്. നമുക്കൊക്കെ ഇവിടെ തന്നത് ആരാണ്? നമ്മുടെ ദൈവം തന്നെ. ആ ദൈവം എപ്പോഴും ഉണ്ട്, ആ ദൈവം നമ്മളെ സഹായിക്കും. നേരത്തെ ഞാൻ മുത്തുമലിൻ്റെ അനുഭവം പറഞ്ഞല്ലോ, ആ രക്ഷപ്പെട്ട ആൾക്കാർ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ മുൻകാലത്തെക്കാളും ഞങ്ങൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന്. അത് അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ സർക്കാരും ജനങ്ങളും മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെടും, അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് പ്രളയവും ദുരന്തവും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലാവരും നഷ്ടപ്പെടും, എല്ലാവരും മരണപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും തടയാൻ കഴിയില്ല. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഇവിടെയല്ല, ജീവിതത്തിന് ശേഷമുള്ള പരലോകത്താണ്. അവിടെ ജീവിതം നന്നാകാനുള്ളൊരു പരീക്ഷണ ഇടം മാത്രമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഇതാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് നന്മയുടെ പാഠങ്ങൾ കൂടി ഇതിൻ്റെ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ അനാഥകളായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ മുലപ്പാൽ കൊടുക്കാം എന്ന് പറഞ്ഞ അടക്കം അങ്ങനെയുള്ള രക്ഷിതാക്കളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇനി പിന്നെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ, വൃദ്ധരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നു.